ഒരുപാട് സിനിമകളിൽ വില്ലൻ വേഷം കൈകാര്യം ചെയ്ത ഒരു വ്യക്തിയാണ് ഭീമൻ രഘു. പക്ഷെ കുറച്ചു കാലമായിട്ട് അദ്ദേഹം സിനിമയിൽ അത്ര സജീവമൊന്നുമല്ല, പകരം രാഷ്ട്രീയ രംഗത്ത് ശോഭിക്കാനുള്ള ഒരു പുറപ്പാടിലാണ്. അപ്പോൾ ഈ സിനിമയിലെ വില്ലനെ പലപ്പോഴും ഇടിച്ചൊതുക്കിയ ചില നടന്മാരുണ്ട്, ഇല്ലെങ്കിൽ നായകന്മാരുണ്ട്. സിനിമയിൽ അഭിനയിക്കുമ്പോൾ തനിക്കിട്ട് ഓടുപാട് സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്നും ബാലൻ കെ നായരുടെ കയ്യിൽ നിന്ന് ഇടി കിട്ടിയിട്ടുണ്ടെന്നാണ് നമ്മുടെ ഭീമൻ രഘുവിൻ്റെ അതിദയനീയമായ ഒരു വെളിപ്പെടുത്തൽ. അദ്ദേഹം പറയുന്നേ, ഫൈറ്റ് സീനൊക്കെ എടുക്കുമ്പോൾ ഒറിജിനലായിട്ട് ഇഷ്ടംപോലെ ഇടി തന്നിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് തൻ്റെ ശരീരത്ത് നല്ലതുപോലെ വേദനിക്കുന്ന രീതിയിൽ കൈവച്ച ആളെന്ന് പറയുന്നത് നമ്മുടെ ബാലൻ കെ നായരാണ്. അപ്പോൾ ബാലൻ കെ നായരുടെ ഒരു പ്രത്യേകത നമുക്കറിയാം. അതായത് സ്ത്രീകളെയൊക്കെ റേപ്പ് സീനുണ്ടെങ്കിൽ പുള്ളി ഒറിജിനലായിട്ടങ്ങ് റേപ്പ് ചെയ്ത് കളയും. അതുകൊണ്ട് ബാലൻ കെ നായരുടെ ഒപ്പം റേപ്പ് സീനിലൊക്കെ അഭിനയിക്കാൻ അക്കാലത്തെ നടിമാർക്കൊക്കെ ഭയങ്കര ഭയമായിരുന്നു. ഷീല വരെ പേടിച്ച ബാലൻ കെ നായരുടെ ഒപ്പം റേപ്പ് സീനിൽ പങ്കെടുത്തിരുന്നതെന്നൊക്കെ അക്കാലത്തെ കഥകൾ പ്രചരിച്ചിട്ടുണ്ട്. കാരണം കഥാപാത്രം തൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിയുമ്പോൾ പിന്നീട് ബാലൻ കെ നായർക്ക് പരിസര ബോധമൊക്കെ അങ്ങ് നഷ്ടപ്പെടും. അദ്ദേഹം തനി കഥാപാത്രമായിട്ട് മാറുകയും ചെയ്യും. ബാലൻ കെ നായരുടെ അഭിനയത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അപ്പോൾ ഈ സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ ബാലൻ കെ നായരുടെ കയ്യിൽ നിന്ന് വില്ലനായ നമ്മുടെ ഭീമൻ രഘുവിന് ഊടുപാട് ചറപുറഞ്ചം ഇടി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നീട് അദ്ദേഹത്തിന് നല്ലതുപോലെ ശരീരം വേദനിക്കുന്ന രീതിയിൽ മാരകമായ മുറിവേറ്റ ഒരു വ്യക്തി എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ നരിമാൻ എന്നുള്ള സിനിമയിൽ അഭിനയിച്ചപ്പോഴാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ബാലൻ കെ നായരൊക്കെ തന്നെ ഒറിജിനലായിട്ട് ഇടിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി ഇടിച്ചതിനെ തുടർന്ന് 15 സ്റ്റിച്ചാണ് ഇടേണ്ടതായിട്ട് വന്നേ. അപ്പോൾ നരിമാൻ എന്ന ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് ഫൈറ്റായിരുന്നു സംഭവം. സ്ഥലം കുറവായിരുന്നു, അപ്പോൾ ചുറ്റിലും ഗ്യാസ് സിലിണ്ടറും ഒക്കെ നിരത്തി വെച്ചിട്ടായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് സുരേഷ് ഗോപിക്ക് അറിയത്തില്ല. സുരേഷ് ഒരു സ്റ്റെപ്പ് കയറി ഇടിച്ചു. ആവേശത്തിൻ്റെ ഇടയിൽ ആ ഇടി കിട്ടിയപ്പോൾ പിരിക് അങ്ങ് പിളർന്നു പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ ബാലൻ കെ നായരുമായിട്ടുള്ള ഫൈറ്റ് എന്ന് പറയുന്നത് 1921 ചിത്രത്തിലായിരുന്നു. ഐ.വി. ശശിയായിരുന്നു ആ ചിത്രത്തിൻ്റെ സംവിധായകനും. ബാലേട്ടനെ ഇങ്ങനെ ബാലൻ കെ നായരെ ഭീമൻ രഘു വട്ടം കയറി പിടിക്കുന്ന ഒരു സീനുണ്ട്. അപ്പം അങ്ങയുടെ കയ്യിൽ ഒരു വെട്ടുകത്തി ഉണ്ടായിരുന്നു. വെട്ടുകത്തി എടുത്ത് ഇങ്ങനെ വീശുന്ന ഒരു സീനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയാണേലും കഥാപാത്രത്തിൻ്റെ ഈ കഥാപാത്രം ഉള്ളിൽ ആവേശിച്ച അല്ലെങ്കിൽ ആവാഹിച്ച ബാലൻ കെ നായർ ആ സീനിൽ ഒറ്റ ഒരു വെട്ടം കൊടുത്തു. വെട്ട് കിട്ടിയ ഭീമൻ രഘുവിൻ്റെ കയ്യിലെ ചതയറ്റു തൂങ്ങി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആശുപത്രി പോയി സ്റ്റിച്ച് ഇട്ട് വന്ന് വീണ്ടും ഷൂട്ട് തുടങ്ങി. ഇങ്ങനെ സിനിമയിൽ ആണെങ്കിൽ പോലും വില്ലന്മാർക്ക് പലപ്പോഴും ഇടി കിട്ടാറുണ്ട്. അപ്പോൾ സിനിമയിൽ നമ്മൾ പലപ്പോഴും ഈ ഭീമൻ രഘുവിൻ്റെ സീനൊക്കെ വരുമ്പോൾ ഇയാൾ വില്ലനായതുകൊണ്ട് ഇടിയെ കൊടുക്കുന്നത് കാണുമ്പോൾ നമുക്കും പലർക്കും തോന്നും, നായൻ്റെ കയ്യിൽ നിന്ന് 10 മിനിറ്റ് ഇട്ടിട്ട് എന്തൊരു അഹങ്കാരിയാണ്. സിനിമ കാണുമ്പോൾ നമുക്കങ്ങ് തോന്നും. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ ഭീമൻ രഘു ഒക്കെ വളരെ ശുദ്ധാത്മാക്കളാണെന്നും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പല പ്രസ്താവനകളിലേക്ക് പിണറായി വിജയന് പങ്കെടുത്ത ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം അറ്റൻഷനായിട്ട് നിന്ന, മീറ്റിംഗ് കഴിയുന്നിടം വരെ നിന്ന കഥയൊക്കെ നമുക്കറിയാം. സത്യത്തിൽ ജീവിതത്തിൽ ഒരു ശുദ്ധനായ മനുഷ്യൻ. പലപ്പോഴും അദ്ദേഹത്തെ പലരും ഇൻ്റർവ്യൂവിനൊക്കെ വിളിച്ചിട്ട് ട്രോളുക, കളിയാക്കുക, ഇങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് മനുഷ്യരുടെ മനസ്സിലൊരു ഭീമൻ രഘു എന്ന പേര് തന്നെ നൽകിയത് അങ്ങനെയാണ് അല്ലേ. വലിയ ഒരു വില്ലനായിട്ടും നായകനായിട്ടും ആർക്ക് കണ്ടാലും ഭയം തോന്നുന്ന ഒരു ആജാനുബാഹുവായിട്ട് നിറഞ്ഞു നിന്ന ഉദ്യോഗസ്ഥൻ ഇപ്പോൾ വന്ന് വെറും കോമാളിയായി. അപ്പോൾ അദ്ദേഹം പറയുന്നത് തൻ്റെ ജീവിതത്തിലല്ല, സിനിമ അഭിനയത്തിൽ പുറമെ കാണുമ്പോൾ വില്ലനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ സുരേഷ് ഗോപിയുടെയും ബാലൻ കെ നായരുടെയൊക്കെ കയ്യിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട് നല്ല തട്ട് കിട്ടിയിട്ടുണ്ട്, പണിയാകുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഭീമൻ രഘു പറയുന്നത്. എന്തായാലും ചിലപ്പോൾ നമുക്കൊക്കെ ചിന്തിക്കാം, ഇങ്ങനെയുള്ള ആളുകളുടെ കിടി കിട്ടിയാണോ ദൈവമേ ഇനി സിനിമ അഭിനയമൊന്നും വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് വേണ്ട, റിട്ടയറായി, ഇനി ഇടി വാങ്ങാനുള്ളതൊന്നും ആരോഗ്യമില്ല, എത്ര കാലമാണ് പോലീസുകാരായ താൻ വെറുതെ ഇങ്ങനെ സിനിമയിലാണെങ്കിൽ ഇടി കൊള്ളുന്നത് എന്നൊക്കെ തോന്നിയിട്ടായിരിക്കും പാവം ഭീമൻ രഘു കുറേ കാലമായിട്ട് അഭിനയം നിർത്തുകയെന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം. ഇത് ഞാൻ തമാശയായിട്ടൊക്കെ പറയുന്ന കേട്ടോ, അല്ലാണ്ട് ആരും അധിക്ഷേപിക്കാനൊന്നുമല്ല. നമ്മളൊരു സബ്ജക്റ്റ് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യത്തെ നമ്മൾ ആ ഗൗരവത്തോടെ ഉൾക്കൊള്ളുന്നു. സിനിമയ്ക്കിടയിൽ പലപ്പോഴും ഫൈറ്റ് സീനിൽ അപകടം പറ്റാറുണ്ട്. സമാനമായ രീതിയിൽ മമ്മൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. വടക്കം വീരഗാഥ എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ വാളെടുത്ത് തൊട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സീനുണ്ട്. അപ്പം അതിൽ ഒറിജിനൽ വാളാണ് ഉപയോഗിച്ചത്. പലതവണയും ഇങ്ങനെ ടേക്കിനകത്ത് ചാടും പിടിക്കും, ചിലപ്പോഴൊക്കെ കയ്യിൽ നിന്ന് സ്ലിപ്പാവും, ഉദ്ദേശിക്കുന്ന പോലെ വരത്തില്ല. അങ്ങനെ ഏതോ ഒരു സമയത്ത് വാള് കയ്യിൽ നിന്ന് തെറിച്ചു പോവുകയും അദ്ദേഹത്തിൻ്റെ തുടയിൽ
ആഴത്തിൽ മുറിവെക്കുകയും ചെയ്തു. ആ വേദന ഇപ്പോഴും തൻ്റെ ശരീരത്തിലുണ്ട് എന്ന് മമ്മൂട്ടി പറഞ്ഞ വെളിപ്പെടുത്തലും വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കാര്യമൊക്കെ മനസ്സിലാക്കുക. ഫൈറ്റ് സീനിലാണെങ്കിലും പലർക്കും നല്ല അപകടങ്ങൾ പറ്റാറുണ്ട്. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ പലപ്പോഴും ചില സാഹചര്യങ്ങളിൽ അപൂർവമായിട്ടെങ്കിലും, പ്രത്യേകിച്ച് മമ്മൂട്ടിയെ ഉൾപ്പെടെയുള്ള നായകന്മാരൊക്കെ ചുരുക്കം ചില സാഹചര്യങ്ങളിൽ ഡ്യൂപ്പിനെ വെക്കാൻ അനുവദിക്കുന്നത് തന്നെ അവർക്ക് തന്നെ അറിയാം. ചില സീനുകൾ ഒത്തിരി റിസ്ക്കാണ്, ശാരീരികമായിട്ട് വലിയ പ്രശ്നം ഉണ്ടാവും, അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടാവും എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ പലപ്പോഴും ഇവർക്കൊക്കെ മാരകമായി പരിക്കേൽക്കാറുമുണ്ട്. എന്നാൽ ഈ അപകടകരമായ സീനിൻ്റെ ഒന്നും വകവെക്കാതെ ഡ്യൂപ്പൊന്നും ഇല്ലാതെ അഭിനയിച്ചിങ്ങനെ തകർക്കും. എനിക്ക് ഡ്യൂപ്പേ വേണ്ട എന്ന് നിർബന്ധ ബുദ്ധി പുലർത്തിയിരുന്ന ഒരു നടൻ മലയാളത്തിലുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, ജയനാണ്. അതുപോലെ തന്നെ പലപ്പോഴും ഇങ്ങനെ ഡ്യൂപ്പൊന്നും വേണ്ട എന്ന് നിർബന്ധ ബുദ്ധി പിടിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മോഹൻലാൽ എന്ന അതുല്യനായ കലാകാരനും. അപ്പോൾ എന്തായാലും പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം.